മറ്റുള്ളവരുടെ കഴിവുകൾ അഭിനന്ദിക്കുമ്പോൾ മാഷാ അല്ലാഹ് എന്ന് പറയുന്നതിന് തെളിവുണ്ടോ? തെളിവില്ല. തെളിവായിട്ട് കൊണ്ടുവരുന്ന ചില വചനങ്ങളുണ്ട്. ആ വചനങ്ങളെല്ലാം അഥവാ ഒരാൾ ഒരു സംഗതി കാണുമ്പോൾ അവനെ അത് അത്ഭുതപ്പെടുത്തുകയും ആ അത്ഭുതപ്പെടുത്തിയ സന്ദർഭത്തിൽ മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ അല്ലെങ്കിൽ മാഷാ അല്ലാ തബാറക്കല്ലാ എന്നിങ്ങനെ പറയാനായിട്ട് തെളിവായി ഉദ്ധരിക്കുന്ന ചില നബിവചനങ്ങളുണ്ട്. ആ നബിവചനങ്ങൾ തെളിവിന് കൊള്ളാത്തവയാകുന്നു, ലഈഫാകുന്നു, ദുർബലമാകുന്നു. ഇത് ഞാൻ പറയുകയല്ല, മറിച്ച് ഒട്ടേറെ മുഫസ്സിറുകളും മുഹദ്ദിസീങ്ങളും പറഞ്ഞിട്ടുള്ളതാണ്. ഹിജ്റ 807 വഫാത്തായിട്ടുള്ള മഹാനായിട്ടുള്ള അബുൽ ഹസൻ നൂറുദ്ദീൻ അൽ ഹൈതമി അദ്ദേഹത്തിന്റെ മജ്മഉസ് സവായിദ് വ മംബഉൽ ഫവായിദ് എന്ന് പറയുന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്, അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഒരു വചനമുണ്ട്. മൻ റആ ഷൈഅൻ ഫഅജബഹു, ഒരാൾ വല്ലതും കണ്ടു, അങ്ങനെ അത് അവനെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. കാല, അപ്പോൾ അവൻ പറഞ്ഞു, മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ, മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞു. എങ്കിൽ ലം യളുറുഹു, അതവനെ ഉപദ്രവിക്കുകയില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വസ്തുവിന്റെ ഉടമസ്ഥന് പിന്നെ പ്രയാസമൊന്നും ഉണ്ടാവൂല എന്നുള്ളതാണ്. അതായത് കണ്ണേറ് തട്ടൂല എന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഈ സംഭവം ഇമാം ബസ്സാർ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം ഇബ്നു സുന്നി അദ്ദേഹത്തിന്റെ അമലുൽ യൗമി വല്ലൈലയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ മഹാനായിട്ടുള്ള അബുൽ ഹസൻ നൂറുദ്ദീൻ അൽ ഹൈതമി തങ്ങൾ പറയാണ്, മജ്മുഉസ് സവായിദിൽ പറയാൻ, എന്താ പറയുന്നത്? റവാഹുൽ ബസ്സാറു മിൻ റിവായത്തി അബീ ബക്രിൻ അൽ ഹുദലി വ അബൂ ബക്രിൻ ലഈഫുൻ ജിദ്ദ. ലഈഫാണെന്ന് മാത്രമല്ല, ലഈഫുൻ ജിദ്ദ, അങ്ങേയറ്റം ലഈഫാകുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ആളുകൾ ഇന്നിപ്പോൾ വ്യാപകമായിട്ട് അറബി ഭാഷ അല്ലെങ്കിൽ അറബി അക്ഷരങ്ങൾ പോലും കൃത്യമായി അറിയാത്ത ആളുകൾ ഒക്കെ ഇന്ന് എന്തെങ്കിലും കാണുമ്പോഴേക്കും മാഷാ അല്ലാ തബാറക്കല്ലാ എന്ന് പറയുന്നു. അത് വീട്ടിൻ്റെ വാതിൽക്കൽ ഫ്രണ്ടിൽ എഴുതി പിന്നെ മനോഹരമായി കെട്ടിത്തൂക്കുന്നു. അതുപോലെ വീട് നിർമ്മാണ രംഗത്ത് ആ സമയത്ത് എഴുതി വെക്കുന്നു, വാഹനത്തിൽ എഴുതി വെക്കുന്നു. അങ്ങനെ ഒരു കുഞ്ഞിനെ കാണുമ്പോൾ മാഷാ അല്ലാ എന്ന് പറയുന്നു, വാഹനം വാങ്ങിയാൽ മാഷാ അല്ലാ എന്ന് പറയുന്നു, പല സന്ദർഭത്തിലും പറയുന്നു. ഒരു കുട്ടിക്ക് പരീക്ഷയിൽ മാർക്ക് കിട്ടിയാൽ മാഷാ അല്ലാ എന്ന് പറയുന്നു. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ ദീന് അള്ളാഹു പഠിപ്പിച്ചതാണ്. അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ആ റസൂലോ സഹാബത്തോ അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിലോ നമുക്ക് ഒരു സംഗതി, ഒരു അത്ഭുതകരമായ കാര്യം കണ്ടു കഴിഞ്ഞാൽ, ഒരു കുട്ടിക്ക് വിജയമുണ്ടായിക്കഴിഞ്ഞാൽ, അപ്പോൾ നമ്മളിവിടെ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്തരം ഘട്ടത്തിൽ മാഷാ അല്ലാ എന്ന് പറയണമെന്ന് പഠിപ്പിക്കുന്നില്ല. പഠിപ്പിക്കുന്നതായ വചനങ്ങൾ ദുർബലമാണ്. മഹാനായിട്ടുള്ള കാലൽ ഹാഫിൽ മഹാനായിട്ടുള്ള ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയാണ്, അദ്ദേഹത്തിന്റെ വാക്കുകൾ അനീസുസാരി ഫി തഖ്രീജി ഫി തഹ്ഖീഖിൽ അഹാദീസ്, അനീസുസാരി ഫി തഖ്രീജിൻ വ തഹ്ഖീഖിൽ അഹാദീസ് എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ പറയാണ്, കാലൽ ഹാഫിളു, മഹാനായിട്ടുള്ള ഹാഫിൾ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, വ അഖ്റജൽ ബസ്സാർ വ ഇബ്നു സുന്നി മിൻ ഹദീസ് അനസ് റഫഉ ഫദകറു ലഈഫുൻ ജിദ്ദാ. അപ്പൊ ഇമാം ബസ്സാർ, ഇമാം ഇബ്നു സുന്നിയൊക്കെ ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. അത് ലഈഫുൻ ജിദ്ദ, അങ്ങേറ്റം ദുർബലമായതാണ് എന്ന് അനീസുസാരി എന്ന് പറയുന്ന ഗ്രന്ഥത്തിലുമുണ്ട്. എന്തിനേറെ സഹോദരങ്ങളെ, തഫ്സീറുൽ ഖുർആനിൽ അലീം എന്ന് പറയുന്ന മഹാനായിട്ടുള്ള ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ഹിജ്റ 774 വഫാത്തായ അദ്ദേഹത്തിന്റെ ആ തഫ്സീറിൽ നമുക്ക് കാണാം ചില വചനങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. ആ വചനങ്ങൾ ഉദ്ധരിക്കുന്നത് പലപ്പോഴും മാഷാ അല്ലാ എന്ന് പറയാനുള്ള തെളിവിനായിട്ട് പറയുന്ന പരിശുദ്ധ ഖുർആനിൽ 18-ാം അധ്യായത്തിലെ 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫ് അതിന്റെ 39-ാമത്തെ വചനം ഉണ്ടല്ലോ, വലൗലാ ഇദ്ദഖൽത ജന്നതക ഖുൽത മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ ഇൻ തറനി അന അകല്ല മിൻക മാലം വ വലദ. ആ വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായിട്ടുള്ള ഇബ്നു കസീർ തങ്ങൾ ചില വചനങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ വചനങ്ങൾ കൊടുത്തിട്ട് അവസാനം മഹാനായിട്ടുള്ള ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തന്നെ എന്ത് കൊടുക്കുന്നുണ്ട്? കാലൽ ഹാഫിളു അബുൽ ഫത്ഹി അൽ അസ്ദിയു, ഹാഫിൾ അബുൽ ഫത്ഹ് അൽ അസ്ദിയു എന്ന് പറയുന്ന മഹാൻ പറയാൻ, ഈസ ഇബ്നു ഔനിൻ അൻ അബ്ദുൽ മലിക്,
ഇബ്നു സുറാറ, അതായത് ഈസബിന് ഔൻ അൻ അബ്ദുൽ മലിക് ബിൻ സുറാറ അൻ അനസ്, ഇങ്ങനെയുള്ള നിവേദക പരമ്പരയിലൂടെ ഉദ്ധരിക്കുന്ന ഈ വചനങ്ങള് ലാ യസിഹു ഹദീസുഹു, ആ ഹദീസ് ഒന്നും തന്നെ ശരിയല്ല. ചില ഹദീസുകളൊക്കെ കൊടുത്തിട്ട് അവസാനം പറയാം ഈ നിവേദക പരമ്പരയിലൂടെ വന്നിട്ടുള്ള ഹദീസുകളൊന്നും ശരിയല്ല എന്ന് പറയാണ്. അപ്പൊ സഹോദരങ്ങളെ, ഹദീസ് ഈ വിഷയത്തില് സഹീഹായി വന്നിട്ടില്ല, അള്ളാന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചില്ല. ഇനി പലപ്പോഴും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വചനമാണെന്ത്? സൂറത്തുൽ കഹ്ഫിലെ 18-ാം അധ്യായം, സൂറത്തുൽ കഹ്ഫിലെ 39-ാമത്തെ വചനം. ആ വചനം എന്താ നമുക്ക് പരിശോധിക്കാം. അതെല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതെന്താ സഹോദരങ്ങളെ? വലൗല ഇദ്ദഖൽത ജന്നതക ഖുൽത മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാ, ആ വചനമാണ് ഉദ്ധരിക്കാറുള്ളത്. ആ വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരും തമ്മിലുള്ള ഒരു സംഭാഷണത്തിന്റെ ഭാഗമാണ്. ഈ ആയത്തിന് തൊട്ട് മുമ്പില് നമുക്ക് കാണാം, അത് ഒരു കാഫിറായിട്ടുള്ള തൻ്റെ സഹോദരനുമായിട്ട് സംസാരിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം. അവര് തമ്മിലുള്ള ഒരു സംഭാഷണം, അതല്ല എങ്കിൽ ഒരു സംവാദം എന്ന് തന്നെ പറയാം. അതാണ് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നത്. നിങ്ങൾ നോക്കൂ, ഇതിന്റെ തൊട്ട് മുമ്പുള്ള വചനത്തില് ഖാലലഹു സ്വാഹിബുഹു വഹുവ യുഹാവിറുഹു, തൻ്റെ ചങ്ങാതിയോട് മുഹാവറത്ത് എന്ന് പറഞ്ഞാല് സംവാദമെന്നോ സംഭാഷണമെന്നോ അതൊക്കെ നടത്തുകയാണ്. എന്നിട്ട് ചോദിക്കാണ് അകഫർത ബില്ലദീ ഖലഖക മിൻ തുറാബ്. അപ്പൊ സഹോദരങ്ങളെ, ഞാൻ ചുരുക്കിക്കൊണ്ട് പറയാൻ, അതായത് മഹാനായിട്ടുള്ള ഇമാം ഖുർത്തുബി റഹിമഹുല്ല അൽ ജാമിഅ ലി അഹ്കാമിൽ ഖുർആൻ എന്ന് പറയുന്ന തഫ്സീർ, ആ തഫ്സീറിൽ മഹാനായ ഇമാം ഖുർത്തുബി ഷംസുദ്ദീൻ അൽ ഖുർത്തുബി ഹിജ്റ 671 വഫാത്തായ മഹാൻ, അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് ഈ ആയത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് വഹുവ തൗബീഹുൻ വവസിയ്യത്തുൻ മിനൽ മുഅ്മിനി ലിൽ കാഫിരി വറദ്ദുൻ അലൈഹി. ഈ ആയത്തുകളിൽ എന്താ പറയുന്നത്? അത് സത്യവിശ്വാസിയായിട്ടുള്ള ഒരു വ്യക്തി കാഫിറായിട്ടുള്ള മറ്റൊരു വ്യക്തിയോട് നൽകുന്ന വസിയ്യത്ത് അഥവാ ദീനീപരമായിട്ടുള്ള ഉപദേശങ്ങളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അടുക്കലുള്ള വിശ്വാസപരമായിട്ടുള്ള തെറ്റായ കാര്യങ്ങളെ ആക്ഷേപിച്ചും കൊണ്ടുള്ള സംഭാഷണമാകുന്നു. വറദ്ദുൻ അലൈഹി, അതിന് ആ സത്യനിഷേധിയുടെ മറുപടിയുമാകുന്നു ഈ വചനങ്ങളിൽ എന്നാണ്. സഹോദരങ്ങളെ, എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇമാം ഷൗക്കാനി അദ്ദേഹത്തിന്റെ തഫ്സീറായ ഫതുൽ ഖദീർ രേഖപ്പെടുത്തുന്നു, ഖാലൽ മുഫസ്സിറൂന അഖദ ബിയദി അഖീഹിൽ മുസ്ലിം, അതായത് ഈ രണ്ടാളുകളുണ്ടല്ലോ, ഇവിടെ സംഭാഷണം നടത്തുന്ന രണ്ടാളുകൾ, ഈ തോട്ടത്തിന്റെ ഉടമസ്ഥനും അദ്ദേഹത്തിന്റെ സഹോദരനും, അവർ രണ്ടുപേരും സഹോദരങ്ങളായിരുന്ന, അവർ രണ്ടുപേർക്കും അനന്തരാവകാശം കിട്ടിയ സമ്പത്തായിരുന്ന. പക്ഷെ ഒരാൾ എന്ത് ചെയ്തു? അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്തു. ഒരാളോ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്ത് വലിയ തോട്ടങ്ങള്, എല്ലാ നയനാനന്ദകരമായിട്ടുള്ള, ആരും മോഹിച്ചു പോകുന്ന തോട്ടം. അപ്പോ ആ തോട്ടത്തിലേക്കാണ് കടന്നു വരുന്നത്. അഖദ ബിയദി അഖീഹിൽ മുസ്ലിം, ഈ സത്യനിഷേധിയായ ആളെന്ത് ചെയ്തു? തൻ്റെ മുസ്ലിമായ സഹോദരന്റെ കൈപിടിച്ചുകൊണ്ട് ഫഅദ്ഖലഹു ജന്നതഹു, തൻ്റെ തോട്ടത്തിലേക്ക് പ്രവേശിപ്പിച്ചു. യതൂഫു ബിഹി ഫീഹാ, അങ്ങനെ ആ തോട്ടത്തിനുള്ളിൽ ഇങ്ങനെ നടന്ന് ചുറ്റി ഒക്കെ കാണുക. യുരീഹി അജായിബഹാ, അതിലെ അത്ഭുതങ്ങൾ അദ്ദേഹത്തെ കാണിക്കുകയാണ്. ഫതുഹുൽ ഖദീർ, ഇമാം ഷൗക്കാനിയുടെ തഫ്സീറായിട്ടുള്ള ഫതുഹുൽ ഖദീറിൽ കാണാം. മനസ്സിലായില്ല? അപ്പൊ ഇതൊരു സത്യവിശ്വാസിയും സത്യനിഷേധിയും തമ്മിലുള്ള സംഭാഷണം എന്ന് മാത്രമല്ല, മുഅ്മിനായ സത്യവിശ്വാസിയായ വ്യക്തി അള്ളാഹുവിൽ അവിശ്വസിച്ചിട്ടുള്ള ആ വ്യക്തിയോട് നൽകുന്ന ഒരു ദഅവത്ത്, ഒരു വസിയ്യത്ത്, അതാണ് ഇതിനകത്തുള്ളത് എന്ന് മനസ്സിലാക്കുക. സഹോദരങ്ങളെ, ഒന്നുകൂടെ വ്യക്തമായി പറയാം, അതായത് ഹിജ്റ 1371 വഫാത്തായിട്ടുള്ള ഇമാം അഹ്മദ് ഇബ്നു മുസ്തഫ അൽ മറാഗി എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എന്താ രേഖപ്പെടുന്നത്? അത് കൃത്യമായി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് ഒരു കാറ് വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചെറിയ സുന്ദരനായ കുട്ടിയെ കാണുമ്പോൾ, അല്ലെങ്കിൽ നല്ലൊരു വീട് കാണുമ്പോൾ അതിങ്ങനെ അത്ഭുതപ്പെടുത്തി കണ്ണീർ തട്ടാതിരിക്കാൻ മാഷാ അല്ലാ എന്ന് പറയല്ല, മറിച്ച് എന്താണ് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുക. ഖാല ലഹു സ്വാഹിബുൽ മുഅ്മിനു വാഇലൻ വസാജിറൻ അമ്മാ ഹുവ ഫീഹി മിനൽ കുഫർ, അതായത് തൻ്റെ വിശ്വാസിയായിട്ടുള്ള ആ സഹോദരൻ വ്യക്തി ഈ അവിശ്വാസിയായിട്ടുള്ള നിഷേധിയായിട്ടുള്ള വ്യക്തിയോട് പറയാണ്. എങ്ങനെ പറയുന്നത്? വാഴിലൻ,
ഒരു ഉപദേശകൻ എന്നുള്ള നിലക്ക്, ഒരു ദഅവത്ത് നടത്തുന്നവൻ എന്നുള്ള നിലക്ക്, വസാജിറൻ അമ്മാ ഹുവ ഫീഹി മിനൽ കുഫർ, ആ സത്യനിഷേധിയായിട്ടുള്ള വ്യക്തി കുടികൊള്ളുന്ന കുഫർ, ആ കുഫറിനെ താക്കീത് ചെയ്തുകൊണ്ട് അതിനെ ആക്ഷേപിച്ചുകൊണ്ടാണ്, അതിൻ്റെ ആ അർത്ഥശൂന്യത വ്യക്തമായിക്കൊണ്ടാണ് അദ്ദേഹം പ്രബോധനം ചെയ്യുന്നത്. എന്താ പറയുന്നത്, എന്താ ചോദിക്കുന്നത്? അകഫർത ബില്ലദി ഖലഖക മിൻ തുറാബ്, മണ്ണിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ച ആ സൃഷ്ടാവിനെ നീ അവിശ്വസിക്കുകയാണോ എന്നിങ്ങനെ പോകാണ് ആ ചോദ്യം. എന്നിട്ട് പിന്നീട് അദ്ദേഹം തുടരാണ്, വലൗല ഇദ്ദഖൽത ജന്നതക ഖുൽത മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ, നീ തോട്ടത്തിൽ പ്രവേശിച്ചപ്പോ നിനക്ക് ഇങ്ങനെ ഇത് മാഷാ അല്ലാ എന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിച്ചാൽ അവിടെ എന്താ മാഷാ അല്ലാ എന്ന് പറഞ്ഞാൽ ഇമാം അഹമ്മദ് ബിൻ മുസ്തഫൽ മറാഗി രേഖപ്പെടുത്താൻ, സഹോദരങ്ങളെ, ഐ വഹല്ല ഇത് അഅജബതുക ജന്നതുക ഹീന ദഖൽതഹാ വനളർത ഇലൈഹാ ഹമിത്തല്ലാഹ അലാ മാ അൻഅമ ബിഹി അലൈക്, അല്ലാഹു നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തിന്റെ പേരിൽ നീ അനുഗ്രഹങ്ങൾ കണ്ടപ്പോൾ നിനക്ക് അല്ലാഹുവിനെ സ്തുതിച്ചുകൂടായിരുന്നോ? വഅഅതാക മിനൽ മാലി വൽ വലദി മാ ലം യുഅതി ഗൈറക്, മറ്റൊരാൾക്കും ലഭ്യമാകാത്ത രൂപത്തിൽ അല്ലാഹു നിനക്ക് സമ്പത്തും സന്താനങ്ങളും ഒക്കെ തന്നിട്ടുണ്ടല്ലോ. ഈ അനുഗ്രഹങ്ങളുടെ പേരിൽ നിനക്ക് അല്ലാഹുവിനെ സ്തുതിച്ചുകൂടെ എന്നുള്ളതാ. വഖുൽത അൽ അംറു മാഷാ അല്ലാ, ഇവിടെ മാഷാ അല്ലാ എന്ന് പറഞ്ഞാ വൽ കായിനു മാ ഖദ്ദറഹുല്ലാ, അല്ലാഹുവിന്റെ ശക്തി കൊണ്ട് അല്ലാഹു വിധിച്ച കാര്യങ്ങളാണ്, അല്ലാഹുവിന്റെ കഴിവ് കൊണ്ടാണ് ഇതുണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. മനസ്സിലായോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിയകൂന ദാലിക മിൻക ഇഅ്തിറാഫൻ ബിൽ അജ്സ്, നിനക്ക് നിന്റെ കഴിവ് കൊണ്ടല്ല ഈ മനോഹരമായ തോട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്, നീ അതിന് അശക്തനാണ്, അജ്സ് കഴിവ് കെട്ടവനാണ്. ബിഅന്ന കുല്ല ഖൈറിൻ ബിമശീഅത്തില്ലാഹി വഫളി, എല്ലാ നന്മയും അല്ലാഹുവിന്റെ മശീഅത്ത് കൊണ്ട്, അല്ലാഹുവിന്റെ ഉദ്ദേശം കൊണ്ടും, വഫളിഹി അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ടുമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പൊ സഹോദരങ്ങളെ, ഇത് ഈ രംഗം എന്ന് പറഞ്ഞാൽ ഈ തോട്ടത്തിൽ പ്രവേശിച്ചപ്പോ മാഷാ അല്ലാ എന്ന് പറയുന്നത് ഒരു ദഅവത്തിന്റെ ഭാഗമായിട്ട് ഒരു സത്യവിശ്വാസി സത്യനിഷേധിയോട് ആ ഒരു ദഅവത്ത് നടത്തുകയാണ്. അതല്ലാതെ അവിടെ നമ്മൾ ഇവിടെ ഇന്ന് ആളുകൾ ചെയ്യുന്നത് പോലെ എന്തൊരു നന്മ കണ്ടാലും അല്ലെ എന്തൊരു അത്ഭുതപ്പെടുന്ന കാര്യം കണ്ടാലും ഉടനെ മാഷാ അല്ലാ എന്ന് പറയുന്നതല്ല. അതാണ് ഈ സംഭവങ്ങൾ വളരെ വ്യക്തമായി ശരിക്കും മനസ്സിലാക്കാൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, മഹാനായ സ്വാലിഹ് അൽ മുനജ്ജിദ് എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹം രേഖപ്പെടുത്തുകയുണ്ടായി, അമ്മൽ ആയത്തു വഹിയ ഖൗലുഹു തആല, എന്നാൽ ഈ ആയത്തുണ്ടല്ലോ അല്ലാഹുവിന്റെ വചനം, വലൗലാ ഇദ്ദഖൽത ജന്നതക ഖുൽത മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ, ആ ആയത്ത് കൊടുത്തിട്ട് പറയാ ഫലാ തസ്ലുഹു ലിൽ ഇസ്തിദ്ലാലി, ഈ ആയത്ത് കൊണ്ട് തെളിവ് പിടിക്കൽ ശരിയാവുകയില്ല. ഇത് ലാ അലാഖത്തുൻ ലിൽ ഹസദ് ബിൽ മൗളൂഅ്, ഇവിടെ ഹസദ് എന്നുള്ളതല്ല വിഷയം, ഹസദുമായി ബന്ധമേ ഈ തോട്ടവുമായി, ആ തോട്ടത്തിൽ പ്രവേശ സംഭവം ഒരു ബന്ധവുമില്ല. മനുഷ്യന് അസൂയ തോന്നുന്നു, അങ്ങനെ അസൂയ തോന്നലല്ല ഈ തോട്ടത്തിൽ പ്രവേശം ഉണ്ടായത്. അതുകൊണ്ട് ഇന്നമാ അഹ്ലകല്ലാഹു ജന്നതൈഹി ബിസബബി കുഫ്രിഹി വതുഗ്യാനിഹി, എന്തുകൊണ്ടാ അല്ലാഹു തആല അവന്റെ തോട്ടങ്ങളെ നശിപ്പിച്ചത്? ബിസബബി കുഫ്രിഹി വതുഗ്യാനിഹി, ആ തോട്ടത്തിന്റെ ഉടമയുടെ കുഫറും അഥവാ സത്യനിഷേധവും, വതുഗ്യാനിഹി അവന്റെ അക്രമ പ്രവണതയും അക്രമ സ്വഭാവവും അതൊക്കെ ധിക്കാരവും അതൊക്കെ കാരണമാണ് നശിപ്പിച്ചതെന്നാ. അപ്പൊ അവിടെ അസൂയയോ അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടായപ്പോൾ അതിനെ അഭിനന്ദിക്കുകയോ ഇതൊന്നുമല്ല അവിടെ വിഷയം. അവിടെ അള്ളാഹുവിലുള്ള നിഷേധം ആയിരുന്നു ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്, സത്യനിഷേധമായിരുന്നു. അതിന്ന് മോചിപ്പിക്കാനുള്ള ഒരു ദഅവത്താണ്. അതുകൊണ്ട് തന്നെ ആ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ഇത്തരം ഘട്ടങ്ങളിൽ, ഞാൻ നടയെ സൂചിപ്പിച്ച ഘട്ടങ്ങളിൽ, അത് ആ അവസരങ്ങളിലൊന്നും മാഷാ അല്ലാഹ് എന്ന് പറയാൻ തെളിവല്ല. ചുരുക്കത്തിൽ ഇന്ന് ധാരാളമായിട്ട് ആളുകൾ പല സന്ദർഭത്തിലായി മാഷാ അല്ലാഹ് എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.